വസു, ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്തു എന്നാ ചേച്ചി? എല്ലാം ഏട്ടനല്ലേ ചെയ്തേ? ഈ കഷ്ടപ്പാടുകൾക്കിടയിലും അമ്മയോടൊപ്പം നീയും ചേർന്ന് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ വന്ന് നിങ്ങളെ ക്ഷണിക്കാം. ഉറപ്പായിട്ട് നിങ്ങൾ രണ്ടുപേരും നിശ്ചയത്തിന് വന്നേ പറ്റൂ. ഓക്കെ അല്ലേ? കാവ്യ ഇപ്പോ സന്തോഷത്തോടെ അല്ലേ ചേച്ചി ഇരിക്കുന്നേ? അവളുടെ സന്തോഷത്തിന് കാരണമേ നിങ്ങളാ. കാവ്യയുടെ നിശ്ചയം, കല്യാണം, ചെക്കനൊപ്പം അയക്കുന്നതും എല്ലാം എല്ലാം നിങ്ങൾ തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. എന്നാ ഞാൻ വെക്കുക. ശരി വസു. ഏട്ടനിത് എവിടെ പോയി? ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ? വെളിയില് വലിയൊരാള്, വീട്ടിലാണെങ്കിലോ സിമ്പിൾ മനുഷ്യൻ. എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ? അതെ ഏട്ടാ. എന്താ വസു? എന്നോട് എന്താ പറയാത്തെ? ഇത് വളരെ സിമ്പിൾ അല്ലേ, എന്തിനാ തന്നോട് പറയുന്നത്? ഇത് ഞാൻ തന്നെ റിപ്പയർ ചെയ്തോളാം. അതെ, ഏട്ടനെ കൊണ്ട് എല്ലാം റിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്നും എന്നോട് പറയില്ല. അല്ല, താൻ എന്തിനെ കുറിച്ചായി പറയുന്നേ? ഏട്ടനാ കാവ്യയുടെ നിശ്ചയം സംസാരിച്ച് ഉറപ്പിച്ചതാന്ന് കേട്ടല്ലോ. അതാണോ? അതെ വസു, കാവ്യ ഇപ്പോ വളരെ ഹാപ്പി അല്ലേ? ഭാസ്കരേട്ടനും അഖിലും പറഞ്ഞിട്ട് കേൾക്കാത്തവര് ഏട്ടൻ ചോദിച്ചിട്ട് എങ്ങനെ സമ്മതിച്ചേ? അതിന് ഞാനൊന്നും വലുതായിട്ട് ചെയ്തിട്ടില്ല. ആ പയ്യന്റെ അച്ഛന് ഞാൻ മുൻപ് ചെറിയൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ടായിരുന്നു. എന്നെ കണ്ട ഉടൻ തന്നെ സമ്മതിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സാ. ഏട്ടൻ അയാളെ സഹായിച്ചതുകൊണ്ടാ അയാൾ ഏട്ടനോട് ഇങ്ങനെ നന്ദി പ്രകടിപ്പിച്ചത്. അപ്പൊ വലിയ മനസ്സ് ഏട്ടന്റെതാ. സഹായം കിട്ടിയ എല്ലാവരും അത് മനസ്സിൽ വെച്ചേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് ശരിയാ ഏട്ടാ. അതിനൊരു ഉദാഹരണം ഭാസ്കരേട്ടനും അഖിലുവാ. ഏട്ടൻ ചെയ്ത സഹായത്തെ പുറത്തുള്ള ആൾക്കാർ ഓർമ്മയിൽ വെച്ചു, പക്ഷെ സ്വന്തം സഹോദരങ്ങൾ മറന്നുപോയി. എന്താ ഏട്ടാ അവർക്ക് ഇത്രയും സ്വാർത്ഥത? പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യുന്നത് ഒരിക്കലും ഒരു സഹായമാവില്ല. ആയിരിക്കും ഏട്ടാ. കുറച്ചെങ്കിലും നന്ദി കാണിക്കാനുള്ള മനസ്സില്ലാതായി പോയല്ലോ അവർക്ക്. അങ്ങനെ പ്രതീക്ഷിക്കുന്ന പോലും തെറ്റു തന്നെ. നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യണം, എന്നിട്ട് അത് വിട്ടേക്കണം. മെയിൻ എൻട്രിയില് വലിയ വലിയ VIPs ഉണ്ട്. ബാക്ക് ഡോർ വഴി പോയാ മതി. അവിടെ നിന്നെ എന്താ എന്റെ പുറകെ നിങ്ങൾ വരാൻ പോവാണോ? ആൾക്കാരുടെ കൂടെ നിന്ന് കണ്ടാ മതി. നിങ്ങളുടെ വീട്ടിലെന്താ ഭക്ഷണമൊന്നും ഇല്ലായിരുന്നോ? വെട്ടി വിഴുങ്ങാനാണോ വന്നത്? അത് ശരിയേട്ടാ. മറ്റന്നാളല്ലേ കാവ്യയുടെ നിശ്ചയം നടത്താൻ പോകുന്നേ? ഭാവനിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മളെ വീട്ടിൽ വന്ന് വിളിക്കാന്ന് പറഞ്ഞു. ഏടത്തിയെ കൺഗ്രാസ് പറഞ്ഞോ വസുന്ധര? നമുക്ക് ആ നിശ്ചയത്തിന് പോകണ്ട ഏട്ടാ. അന്ന് വേറെ എവിടേക്കെങ്കിലും പോവാം. വീട്ടിലിരുന്നിട്ടും അവിടെ പോകാതിരുന്ന അവർക്ക് വിഷമോ? എന്താ താനീ പറയുന്ന വസുന്ധര? എന്താ എൻഗേജ്മെന്റ് പോണ്ടെന്ന് പറയുന്നേ? അച്ഛന്റെ അമ്മയുടെ ഷഷ്ടിപൂർത്തി ദിവസം നമ്മൾ അനുഭവിച്ച അപമാനം അത് ഏട്ടനെ ഓർക്കുന്നില്ലേ? ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഒരു അപമാനം സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഏട്ടാ. നമ്മൾ ചെന്നില്ലെങ്കിൽ കാവ്യക്ക് അത് ഒരുപാട് വിഷമാവും. സാരമില്ല ഏട്ടാ. വേണമെങ്കിൽ കല്യാണത്തിന് ശേഷം കാവ്യയും രാജേഷിനെയും നമ്മുടെ വീട്ടിലേക്ക് വിളിച്ച് ഭക്ഷണം കൊടുക്കാം. എന്നാലും നമ്മൾ ആ വീട്ടിലേക്ക് പോകണ്ട. അങ്ങനെയല്ല വസുന്ധര. കാവ്യ എനിക്ക് മകളെ പോലെയാ ഏട്ടാ. ഭാവനേച്ചി ഇപ്പൊ ഫോണിലൂടെ കാവ്യക്ക് എല്ലാം നമ്മുടെ കൈകൊണ്ട് തന്നെ നടത്തി കൊടുക്കണമെന്ന് പറയുമായിരുന്നു. സത്യം പറഞ്ഞ എനിക്കും കാവ്യക്ക് എന്റെ കൈകൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മായിയുടെ കൂടെ അയക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ അത് വേണ്ട ഏട്ടാ. മനസ്സ് നിറയെ സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യര് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും അവര് മനസ്സിലാക്കില്ല. നമ്മളെപ്പോഴും അവര് വേദനിപ്പിക്കും, അപമാനിച്ചുകൊണ്ടിരിക്കും, നമ്മളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഷഷ്ടിപൂർത്തി ദിവസം അച്ഛനും അമ്മയും ഒരുപാട് വിഷമിച്ചു. നാളെ നമ്മൾ നിശ്ചയം നടത്താൻ പോയാ കാവ്യം ഒരുപാട് വിഷമിക്കും.
കല്യാണ പെണ്ണിന്റെ കണ്ണുനീര് വീണ അത് ആ കുടുംബത്തിന്റെ ശാപം പോലെയാ. അന്ന് സംഭവിച്ചത് എല്ലാത്തിനും ഞാൻ തന്നോട് സോറി പറയുന്നു വസുന്ധര. അന്ന് എന്നെ ആരും അപമാനിച്ചില്ല ഏട്ടാ. ഏട്ടനെ അപമാനിച്ചത്. ഏട്ടന്റെ വീട്ടിലെ ഏട്ടന്റെ സഹോദരങ്ങൾ ഏട്ടനെ തന്നെ അപമാനിച്ചു. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഒരു അപമാനം എന്റെ ഭർത്താവിന് സംഭവിക്കാൻ പാടില്ല. ഇനി ഒരിക്കൽ കൂടി ഏട്ടനെ ആ അവസ്ഥയിൽ കാണേണ്ടി വന്നാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അത് ഏട്ടനൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾ അബിയെ എത്രത്തോളം ദ്രോഹിച്ചാലും അവൻ നിങ്ങളെ നിർത്താതെ സഹായിക്കുക. അബി ശരിക്കും ഒരു ദൈവമാ. ചേച്ചേ, ഈ സ്വത്ത്, ഫാക്ടറി, ഇൻഫ്ലുവൻസ്, MLA സാറിനെ പോലെ ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും എന്ത് പ്രയോജനം? പേര് മൊത്തം അഭിയേട്ടം കൊണ്ടുപോയില്ലേ? എല്ലാവരും അയാളെയാ പുകഴ്ത്തുന്നത്. നിനക്കിത് എന്താ പറ്റിയത്? ആ പയ്യന്റെ പേരൻസിനെ നിനക്ക് സമ്മതിപ്പിക്കാൻ പറ്റിയില്ലേ? അവർക്ക് നമ്മളെക്കാളും സ്വത്ത് കൂടുതലാ കാർത്തിക. അവരെന്റെ വാക്ക് കേട്ടില്ല. പിന്നെ അഭിയേട്ടൻ പറഞ്ഞത് എങ്ങനെ കേട്ടു? അയാൾ നമ്മുടെ ഫാക്ടറിയിലെ ഒരു വർക്കർ മാത്രമാണ്. ഇപ്പോഴല്ലേ അയാൾ വർക്കർ ആയത്. ഒരു കാലത്ത് ഈ കാണുന്ന സ്വത്തിനും നമ്മുടെ സംസ്കൃതി ഇവന്റ്സിന്റെ മാനേജർ ആയിരുന്നില്ലേ? അതുകൊണ്ട് ആ മരത്തിന്റെ പേരും പറഞ്ഞാണോ കായ് വിറ്റത്? അല്ല, അയാൾ തന്നെ ആ മരം. ആ മരത്തിന്റെ നമ്മൾ വിൽക്കുന്നു പുറത്ത് ആൾക്കാർ വിചാരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കില്ല? നിങ്ങൾ ഇങ്ങനെ വിവരമില്ലാതെ നടന്ന അങ്ങനെ വിചാരിക്കൂ. ചേച്ചേ, നിന്നെ പറ്റി വീട്ടിൽ എന്തൊക്കെ ബിൽഡപ്പാ കൊടുത്തേ? എന്നെ മാനം കെടുത്തി നീ. നിന്നോട് ആരാടി അങ്ങനൊക്കെ പറയാൻ പറഞ്ഞത്? നീ ബുദ്ധിമാനാണെന്ന് അറിയാതെ പറഞ്ഞുപോയി. കാർത്തിക, നീ കൂടി എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. ദേഷ്യം വരുന്നോ? ഒരു കാര്യമില്ലാതെ ദേഷ്യം ഉണ്ടായിട്ടെന്താ? രണ്ടുപേര് പോയിട്ട് ഒരാളെ സമ്മതിപ്പിക്കാൻ പറ്റിയില്ല. നമ്മൾ പണക്കാരായത് ഇപ്പോഴാ. പക്ഷെ അവന് പേരും പ്രശസ്തിയൊക്കെ പണ്ടേ ഉണ്ട്. അതിനെ ഇല്ലാതാക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഒരു കാര്യം ചെയ്യ, അയാളെ കൂട്ടിക്കൊണ്ട് വന്ന് സ്വത്ത് മുഴുവനും കൊടുത്ത് നമ്മുടെ വീട്ടിലും ഫാക്ടറിയിലും ഇരുത്തി എപ്പോഴത്തെയും പോലെ ഏട്ടനും അനിയനും അയാളുടെ അടിമയെ പോലെ ജോലി ചെയ്യ. ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ജീവിതം. കാർത്തിക, എന്താ ദേഷ്യം വരുന്നുണ്ടോ? ഈ ദേഷ്യവും ധൈര്യവും ഒക്കെ അവിടെ കാണിക്കാത്തെന്താ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അല്ലേ? അവന്റെ കാശ് പോയെങ്കിലും സ്ഥാനവും മാനവും പോയിട്ടില്ല. ആ ലെവലിലേക്ക് റീച്ച് ആവണമെങ്കിൽ നമ്മൾ ഇനിയും കുറെ പോണം. എത്ര ദിവസവും എത്ര വർഷവും ആകും? ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല. നാളെ നിശ്ചയത്തിന് അയാൾ വരും. അപ്പോഴും എല്ലാവരും അയാളെ തന്നെ പുകഴ്ത്തും. അപ്പോഴും പാവയെ പോലെ തന്നെ നിക്കണം. അവർ എൻഗേജ്മെന്റിനൊന്നും വരാൻ പോകുന്നില്ല. ഷഷ്ടി പൂർത്തിക്ക് സംഭവിച്ച കാര്യങ്ങൾക്ക് അവർ എങ്ങനെ മറക്കും? അവര് വന്നില്ലെങ്കിൽ നിന്റെ അമ്മ ഏട്ടത്തി വെറുതെ ഇരിക്കോ? വീട്ടിൽ പോയി ബലമായി പിടിച്ചോണ്ട് വരും. നമ്മുടെ തലയിൽ കയറ്റി വെക്കും. പക്ഷെ ഒരു സത്യം സമ്മതിക്കണം കാർത്തിക, ശരിക്കും അയാളുടെ ഫെയിം വേറെ ലെവലാ. ശത്രുവാണെങ്കിലും ശരി, സല്യൂട്ട് ചെയ്യാനാ തോന്നുന്നത്. ജീവിക്കുവാണെങ്കിൽ ഒരു ദിവസമെങ്കിലും അവനെ പോലെ ജീവിക്കണം. മറ്റുള്ളവര് പറയുന്നത് പോലെ നീയും ഇപ്പൊ പറഞ്ഞു തുടങ്ങിയോ? അവരുടെ ഭക്തനായി മാറിയോ? ഒരു കാര്യം ചെയ്യ, ഞാൻ എന്റെ വീട്ടിലേക്ക് പൊക്കോളാം. നീ അയാളുടെ ചെരുപ്പിൽ തൂങ്ങിക്കിടക്ക്. അയ്യോ കാർത്തിക, ഞാൻ വെറുതെ പറഞ്ഞതാ. നാണമില്ലേ പറയാൻ? നീ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയണ്ട. ആ ഫാമിലി എൻഗേജ്മെന്റിന് വരാൻ പാടില്ല. ഓക്കേ? ആരാ മോനെ നീ? എന്താ വേണ്ടത്? ഇത് കാവ്യയുടെ വീട് തന്നെയല്ലേ? അതെ. അതെ, നീ ഏതാ മോനെ?
മുത്തശ്ശി, ഇതാ ഞാൻ പറഞ്ഞ രാജേഷ്. ഞാൻ സ്നേഹിക്കുന്ന പയ്യൻ. ഓ, അത് നീയാണോ മോനെ? ഓ, കാവ്യെ വലയിലാക്കിയവൻ. ആ, അതെ, പ്രേമത്തിന്റെ വലയിൽ വീഴ്ത്തിയത് നീയാണോ? വളരെ നന്നായിട്ടുണ്ട് മോനെ. രാജേഷ്, ഹായ് രാജേഷ്, എന്താ ഇവിടെ? ആരാ ഈ പയ്യൻ? കല്യാണ ചെറുക്കനോ? നാളെ എൻഗേജ്മെന്റ് അല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ വന്നേ? ഓഹോ, കാവ്യയെ കാണാതെ ഇരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. വാമനെ വന്നിരിക്കേ. ഞങ്ങളുടെ വീട് കാണാൻ വന്നാണോ മോനെ? മോനെ, കോഫിയോ ചായ എന്തെങ്കിലും എടുക്കട്ടെ? മുമ്പേ കുടിച്ചാൽ ശരിയാവില്ല. എന്തായാലും മറ്റന്നാ മതി. കാവ്യയെ കാണാൻ വേണ്ടിട്ടോ നിങ്ങളുടെ വീട് കാണാൻ വേണ്ടിട്ടോ അല്ല ഞാൻ വന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. എന്താ കാര്യം? അഭിരാമംഗളിനോട് എന്റെ ഡാഡിക്ക് റെസ്പെക്ട് വളരെ കൂടുതലാ. എന്റെ പ്രണയം ഡാഡി അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ അഭിരാമംഗളാ. അങ്ങനെയുള്ള അഭിരാമംഗൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലില്ലെന്നും ഈ വീട്ടിൽ എന്തൊക്കെ നടന്നെന്നും ഉള്ള കാര്യങ്ങൾ കാവ്യ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചു. അതിനിപ്പോ എന്താ പ്രശ്നം? അഭിരാമംഗൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് എന്റെ ഡാഡി അറിയാണെങ്കിൽ ഈ കല്യാണം നടക്കില്ല. എന്റെ ഡാഡി ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ അഭിരാമംഗളിനോടുള്ള റെസ്പെക്റ്റ് ഉണ്ടാ. അങ്ങനെയുള്ള അഭിരാമംഗളിനോട് നിങ്ങൾ ഇങ്ങനെ അന്യായം പ്രവർത്തിച്ചു എന്ന് എന്റെ ഡാഡി എങ്ങനെ അറിഞ്ഞ? ഈ കല്യാണം നടത്തില്ലെന്ന് മാത്രമല്ല, വേറെ പല കാര്യങ്ങളും സംഭവിക്കും. എന്താ പേടിപ്പിക്കുകയാണോ? അല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മുമ്പേ തന്നെ ഈ കാര്യം ഞാനിവിടെ ഒന്ന് പറഞ്ഞതാണ്. ഈ കല്യാണം കഴിയുന്നതുവരെ അഭിയങ്ങളും ഫാമിലിയും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. നിങ്ങളെല്ലാം ഒരുമിച്ച് കഴിയണം. അറ്റ്ലീസ്റ്റ് എൻ്റെ ഡാഡിയുടെ മുമ്പിലെങ്കിലും നിങ്ങൾ അങ്ങനെ അഭിനയിച്ച് കാണിക്കണം. മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കില്ല. അങ്ങനെയൊക്കെ പറയാനാണോ നിങ്ങൾ പറഞ്ഞയച്ചേ? അഭിരാമംഗളിനെ കുറിച്ച് പുറത്തുള്ള എന്നെക്കാളും നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് കരുതുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നതല്ലാതെ അദ്ദേഹം തന്നെപ്പറ്റി ആരോടും ഒന്നും പറയാറില്ല. എൻ്റെ ഡാഡി പറഞ്ഞിട്ടുള്ളതാ. ഈ കല്യാണം മുടങ്ങിയാ നീ കാവ്യ ഓർത്ത് സങ്കടപ്പെടും രാജേഷ്. ഞങ്ങളുടെ പ്രണയത്തെക്കാളും അഭിരാമംഗളാണ് പ്രധാനമെന്ന് കാവ്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം പറയാനാണ് ഇവിടെ വന്നത്. സോ മറ്റന്നാളാവുമ്പോഴേക്കും അഭിരാമംഗൾ ഇവിടെ ഉണ്ടാവണം. കല്യാണം കഴിയുന്നതുവരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല.
ബൈ കാവ്യ. കാവ്യ, നമ്മുടെ വീട്ടിലെ പ്രശ്നമൊക്കെ നിന്റെ ലവറിനോട് എന്തിനാ പറഞ്ഞത്? നിങ്ങൾ കല്യാണം ആലോചിക്കാൻ പോയപ്പോ രാജേഷിന്റെ അച്ഛൻ നിങ്ങളോട് നോ അല്ലേ പറഞ്ഞത് ചെറിയച്ച? അഭിചെറിയച്ചനെ കണ്ട ഉടനെ അദ്ദേഹം എസ് പറഞ്ഞല്ലോ. അഭിചെറിയച്ചൻ ആരെന്ന് രാജേഷ് എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചു. ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മുടെ വീട്ടിലെ കാര്യമൊക്കെ അവനോട് പറയേണ്ട കാര്യം എന്തായിരുന്നു? പറഞ്ഞത് എന്തായാലും നന്നായില്ലേ ഭാസ്കർ? ആ രാജേഷിന് പകരം അവന്റെ അച്ഛനാണ് ഈ കാര്യം അറിഞ്ഞിരുന്നതെങ്കിൽ ഈ കല്യാണം മുടങ്ങിയേനെന്ന് അവനിപ്പോ പറഞ്ഞിട്ട് പോയതല്ലേ ഉള്ളൂ. സ്വന്തമായിട്ട് ആ പയ്യൻ പറഞ്ഞതാണോ അത് വല്ലവരും പറഞ്ഞു വിട്ടതാണോ എന്താന്ന് ആർക്കറിയാം? അബി അങ്ങനെ ഒരാളല്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ കാർത്തിക? എല്ലാം അറിഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? പട്ടിയുടെ വാല് നിവർത്താൻ പറ്റില്ലല്ലോ. ഏട്ടാ എന്തു പറയുന്നു? എനിക്ക് കാവ്യയുടെ ജീവിതത്തോടെ വലുത്. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണം. ആ എന്ന് വെച്ചാ അഭിനെ വസുവിനെ വീട്ടിലേക്ക് വിളിക്കുന്നതായിരിക്കും നല്ലത്. ഏട്ടാ, നമുക്ക് പോയാലോ? ആദ്യം സ്കൂളിൽ പോയി കുട്ടികളെ കൂട്ടിയിട്ട് അവിടുന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കും പോവാം. ഞാൻ പോയി ഓട്ടോ പിടിച്ചിട്ട് വരാം. എങ്ങോട്ടാ അബി നിങ്ങൾ പോകുന്നേ? അമ്മേ, അത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഇറങ്ങിയതാണോ വസു? ഇല്ല ചേച്ചി, കുറച്ചു നാളായിട്ടൊരു നേർച്ച നേരാനുണ്ട്. അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോവാ. മറ്റന്നാൾ കാവ്യയുടെ കല്യാണ നിശ്ചയം തീരുമാനിച്ചിട്ട് ഇന്ന് നിങ്ങൾ നേർച്ചയെന്നും പറഞ്ഞ് പോയാൽ എങ്ങനാ? എന്താ ഇതബി? കല്യാണക്കാരിയൊക്കെ സംസാരിച്ച് നിശ്ചയം തീരുമാനിച്ചത് നീയാ. മറ്റന്നാള് വിവാഹ നിശ്ചയമാണെന്ന് നിനക്കറിയില്ലേ? ഇത് നിന്റെ കൈകൊണ്ട് നടത്തേണ്ട ശുഭകാര്യമാ. ക്ഷമിക്കണം അമ്മേ. വേണമെങ്കിൽ ഞങ്ങള് കല്യാണത്തിന് വരാം. ഇപ്പോ നിശ്ചയത്തിന് വരാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് വസു. ഷഷ്ടിപൂർത്തിയുടെ അന്ന് നിങ്ങൾക്കുണ്ടായ അപമാനം വീണ്ടും ഉണ്ടാവുമെന്ന് കരുതി നിങ്ങൾ വരാത്തതല്ലേ? അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി. അത് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ?
അതെ ചേച്ചി, അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തെ. എന്റെ ഭർത്താവ് വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുന്നതിൽ എനിക്ക് താല്പര്യമില്ല അമ്മേ. അന്ന് സംഭവിച്ചതിനൊക്കെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വസു. ഇനിമേൽ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകില്ല എന്ന് ഞങ്ങളോട് അമ്മയ്ക്ക് ഉറപ്പു തരാൻ പറ്റുമോ? അഖിലിനെയും കാർത്തികയെയും ഭാസ്കരേട്ടനെയും ഒക്കെ ധിക്കരിക്കാനുള്ള ശക്തി അമ്മയ്ക്കുണ്ടോ? ഏയ്, വസുന്ധര, അതെ ഏട്ടാ, സ്വന്തം മക്കളായതുകൊണ്ട് അമ്മയ്ക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല.